കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഒരു 24 മണിക്കൂറിനകം ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുതിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിന് പുതിയൊരു അനുഭവത്തെ സംഭാവന ചെയ്തു എന്ന നിലയിലേക്ക് നമ്മുടെ മുൻപിൽ വസ്തുത ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ 2 തവണ ഇദ്ദേഹം മാധ്യമങ്ങൾ ത്രൂ കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തു. ഒന്ന് ഈ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിലയാണ് ഈ മണിക്കൂറുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട അനുഭവം നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. തികഞ്ഞ ദാർഢ്യത്തോടുകൂടി എങ്ങനെയാണോ പോയ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം വെച്ചു പുലർത്തിയ ദാർഢ്യം, അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരുന്നു അദ്ദേഹം ദാർഢ്യത്തോടുകൂടി മാധ്യമങ്ങളെ കണ്ടത്, കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്നോട് KPCC-യോ AICC-യോ എൻ്റെ രാഷ്ട്രീയ നേതൃത്വമോ ഒരാൾ പോലും രാജിവെക്കാനോ ഒരു നിലയ്ക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തോ നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരുന്നു, ഞാനിതാ രാജിവെക്കുകയാണ്. 1:30 സമയമായി, 1:30 നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ, ദാർഢ്യത്തോടെ ധിക്കാരത്തോടെ ഇത് എൻ്റെ ഔദാര്യമാണ് ഈ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായത്. അതിനുശേഷം നടന്ന ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്ത ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന്, പോയ കാലത്ത് അത്രയും കോൺഗ്രസിന് വേണ്ടി പ്രതിരോധത്തിന്റെ കോട്ട കെട്ടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നരേഷൻ. രണ്ടാമത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്താ? രാഹുൽ ഗാന്ധിയെ പോയ കാലത്ത് ഈ നാടിനകത്ത് വേട്ടയാടിയിട്ടുണ്ട്, വല്ലാതെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയതുപോലെ എന്നെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ന് പങ്കുവെക്കുന്ന നിലയുണ്ടായത്. മറിച്ച് ഈ 3 ഘട്ടത്തിൽ മാസ് കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യം കേരള പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ ചോദ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയോ ആ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയോ ഇദ്ദേഹം തയ്യാറാകുന്ന നിലയുണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് വ്യക്തമാക്കാമായിരുന്നല്ലോ ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഫേസ്ബുക്ക് ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ ഇവ അദ്ദേഹത്തിൻ്റെതാണോ? അല്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കാനോ അദ്ദേഹത്തിൻ്റെതല്ല എങ്കിൽ ഈ പറഞ്ഞ ടെലഗ്രാമിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അജിംസ് ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. അതിനകത്ത് എത്രമേൽ ഭീകരമാണത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം നിഷേധിക്കുന്ന നിലയുണ്ടായോ? നിഷേധിക്കുന്ന നിലയുണ്ടായിട്ടില്ല. ഉയർന്നു വന്നു എന്ന് പറയുന്ന AICC-ക്ക് ലഭ്യമായി എന്ന് പറയുന്ന പരാതികളുണ്ട്, കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ നൽകി എന്ന് പറയപ്പെടുന്ന പരാതികളുണ്ട്, KPCC-ക്ക് ലഭ്യമായി എന്ന് പറയുന്ന പരാതികളുണ്ട്. ഇത്തരം പരാതികളെ നിഷേധിക്കുന്നതിന് വേണ്ടിയോ ആ പരാതികൾക്കകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആൾ ഞാനല്ല എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായോ? ഇവിടെ പുറത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡുകളുണ്ട്. ആ കോൾ റെക്കോർഡുകൾക്കകത്ത് പറയുന്നില്ലേ എത്രമേൽ ക്രൂരമായിട്ടാണ് ഈ പറഞ്ഞ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡുകൾ. എനിക്ക് നിങ്ങളെ ഒരു സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് നിങ്ങളെ കൊല്ലാനായിരുന്നെങ്കിൽ ഏത് സമയത്തും ആകാമായിരുന്നു, എനിക്കാകെ 2 സെക്കൻഡ് സമയം പോലും വേണ്ടിവരില്ലായിരുന്നു നിങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി എന്നാണ് കേരളത്തിലെ ഒരു MLA, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒന്നിലെ ജനപ്രതിനിധി പറയുന്നതിന്റെ വോയിസ്, നമ്മൾ ശബ്ദം, അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ ആർക്കും പുതുതായി പരിചയപ്പെടുത്തേണ്ടതില്ല. ആ ശബ്ദം നമ്മളൊക്കെ കേട്ടു. അദ്ദേഹം നിഷേധിക്കുന്ന നിലയിൽ ഇതെന്റെ ശബ്ദമല്ല എന്ന് നിഷേധിക്കുന്ന നിലയുണ്ടായോ? ഈ 3-4 ദിവസത്തിനിടയിൽ കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ കേരളത്തിലെ പൊതുസമൂഹം ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ ഈ അലിഗേഷനുകൾ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ സമയം മതിയായിരുന്നല്ലോ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. അതിന് അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് പോയ കാലത്ത് കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം ഒരുക്കിയതിന്റെ പുറത്ത് എന്നെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നരേഷൻ ഉണ്ടാക്കുകയാണ്. സമാനമായ നിലയിൽ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ഉപമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംഘപരിവാർ ഉൾപ്പെടെ ഈ നാടിനകത്ത് വേട്ടയാടിയതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്ന എന്നെയും വേട്ടയാടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു നരേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്.